ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചെക്ക് മാലു ഹബ്. ഇന്ന് നമ്മളൊരു യാത്ര പോകുന്നത് സ്വിറ്റ്സർലാൻഡിലെ സ്യൂറിക് നഗരത്തിലെ ഫിഫ മ്യൂസിയത്തിലേക്കാണ്. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. എന്നാൽ ഫുട്ബോൾ ഇഷ്ടമില്ലെങ്കിൽ പോലും ഇവിടെ വന്നാൽ ഒരു ഫാനായിട്ട് മാറും. ഇവിടെ വേൾഡ് കപ്പ് ട്രോഫി മുതൽ മെസ്സി, റൊണാൾഡോ തുടങ്ങിയ ലെജൻഡുകളുടെ ജേഴ്സീസ് വരെ എല്ലാം കാണാം. ഇതൊരു മ്യൂസിയം മാത്രമല്ല, ഇതൊരു ഫുട്ബോൾ യാത്രയാണ്. ലെറ്റ്സ് ഗോ. ഫുട്ബോൾ എന്ന് കേട്ടാൽ നമുക്ക് ഓർമ്മ വരുന്നത് മെസ്സി, റൊണാൾഡോ, വേൾഡ് കപ്പ് എന്നൊക്കെയാണല്ലോ. പക്ഷേ ഫുട്ബോൾ എങ്ങനെ ലോകം കീഴടക്കിയെന്നറിയാമോ? 1904 പാരീസിൽ ഫിഫ ആരംഭിച്ചപ്പോൾ അതിൽ 7 രാജ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴോ 211 രാജ്യങ്ങൾ. ഇതൊരു സ്പോർട്ട് ഓർഗനൈസേഷൻ മാത്രമല്ല, ഇതൊരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പാണ്. ഇവിടെ ഫിഫ മ്യൂസിയം 2016 തുറന്നു. ഇത് സ്യൂറിക് നഗരത്തിൻ്റെ ഏതാണ്ടൊരു സെൻറ്ററിലാണ്. മ്യൂസിയത്തിൻ്റെ ഡിസൈൻ ഫിഫയുടെ ലോഗോയുടെ ഒരു വട്ടത്തിലാണ്. അകത്തേക്ക് പോകുമ്പോൾ തോന്നും ഞാനൊരു ഫുട്ബോളിൻ്റെ ഉള്ളിലേക്ക് നടന്നു കയറുകയാണെന്ന്. ഇവിടെ ഓൾമോസ്റ്റ് 3000 എക്സിബിറ്റുകളുണ്ട്. എന്തൊക്കെ കാണും. പക്ഷേ ഏറ്റവും ഇഷ്ടമായത് വേൾഡ് കപ്പ് ട്രോഫി തന്നെയാണ്. അത് കണ്ടപ്പോൾ തോന്നി ഒരു ദിവസം നമ്മുടെ രാജ്യം ഇന്ത്യ ഇതിൻ്റെ അകത്ത് മൊത്തമിടുമെന്ന്. പിന്നീട് കാണാൻ കഴിയുന്നത് റെയിൻബോ എക്സിബിറ്റാണ്. ഇവിടെ 211 രാജ്യങ്ങളുടെ ജേഴ്സികളുണ്ട്. ഇതൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഭംഗിയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ബ്രസീലിൻ്റെ പച്ച, ഇറ്റലിയുടെ നീല, ഇന്ത്യയുടെ നീല പ്ലസ് സാഫ്രോൺ. ഓരോ ജേഴ്സിയും ഒരു സ്വപ്നത്തിൻ്റെ കഥ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഐസ്ലൻഡിനെ പോലെ ചെറിയ രാജ്യങ്ങൾ 2018 വേൾഡ് കപ്പിലെത്തിയപ്പോൾ അവരുടെ തണ്ടർ ക്ലബ് സെലിബ്രേഷൻ ലോകം മുഴുവൻ വൈറലായി. ഇവിടെ ഇന്ത്യൻ ജേഴ്സി കണ്ടപ്പോൾ എനിക്ക് ഐ ഫെൽറ്റ് സോ പ്രൗഡ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്ത്യ ഇവിടെ ഉണ്ട്. ഈ സ്ക്രീനിൽ വന്നിട്ട് നമ്മൾ ഇന്ത്യയെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിഫയിൽ ഇതേപോലെ ഇന്ത്യയുടെ ശരിക്കുള്ള അവസ്ഥ എന്താണെന്ന് കാണാൻ പറ്റും. ടോട്ടൽ 498 മാച്ചസ് ഇന്ത്യ ഫിഫയിൽ കളിച്ചിട്ടുണ്ട്. അതിൽ 181 മാച്ച് ജയിച്ചിട്ടുണ്ട്, 108 മാച്ച് ഡ്രോ ആയിട്ടുണ്ട്, 209 മാച്ച് ഡിഫീറ്റ് ആയിട്ടുണ്ട്. ഈ കാണുന്നത് ഈ പറഞ്ഞ ഫിഫയൊക്കെ രൂപീകരിക്കുന്നതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് 1886 എഴുതിയ ആദ്യത്തെ മിനിറ്റ്സ് ബുക്കാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതിയ ഈ സാധനം സ്പോർട്സ് ലോകത്ത് മാഗ്ന കാർട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ക്യാപ്പ് പണ്ട് ഫിഫയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ബ്രിട്ടീഷ് അയർലൻഡ് ടീമുകളൊക്കെ കളിക്കുന്ന കാലത്ത് ബ്രിട്ടീഷ് പ്ലേയേഴ്സിന് അവർ ഇൻ്റർനാഷണൽ മാച്ചുകളിൽ പങ്കെടുക്കുമ്പോൾ ഹോണററി ആയിട്ട് സമ്മാനിച്ചിരുന്ന ഒരു ക്യാപ്പാണിത്. ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഫിഫ മ്യൂസിയത്തിൻ്റെ ഏറ്റവും ഐക്കണിക്കായ ഭാഗത്തേക്കാണ്, വേൾഡ് കപ്പ് ഗാലറി. ഇവിടെ 1930s ഉറുഗ്വേയിൽ നടന്ന ആദ്യ വേൾഡ് കപ്പ് മുതൽ 2022 അർജൻറ്റീന ജയിച്ചതുവരെയുള്ള എല്ലാ ഹിസ്റ്ററിക് മൊമെൻറ്റ്സും ഉണ്ട്. ഇതൊരു ഗാലറി മാത്രമല്ല, ഇതൊരു ടൈം മെഷീനാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫുട്ബോളിൻ്റെ 100 വർഷത്തെ ചരിത്രം ഒറ്റ നോട്ടത്തിൽ കാണാം. ലെറ്റ്സ് ഡൈവ് ഇൻ. ഇവിടെ ഓരോ വേൾഡ് കപ്പ് ഫൈനലിൻ്റെയും ഹൈലൈറ്റുകളാണ്. 1930 ഉറുഗ്വേയിൽ നടന്ന ആദ്യ വേൾഡ് കപ്പ് മുതൽ 2022 അർജൻറ്റീന ജയിച്ചതുവരെ എല്ലാം ഇവിടെ ഉണ്ട്. 1958 17 വയസ്സുള്ള പെലെ ലോകം കീഴടക്കിയത്, 1986 മറഡോണയുടെ ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ. ഇതെല്ലാം ഇവിടെ കാണാൻ കഴിയും.
ഒരു ഫൺ ഫാക്റ്റ്, ഒറിജിനൽ വേൾഡ് കപ്പ് ട്രോഫി ഇവിടെയില്ല. അത് കറണ്ട് ചാമ്പ്യൻസ് ആയിട്ടുള്ള അർജൻറ്റീനയുടെ കൈവശമുണ്ട്. ഇവിടെ റെപ്ലിക്ക മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കണ്ടാലും ഒരു രോമാഞ്ചമൊക്കെ വരും കേട്ടോ. എല്ലാം ആരംഭിച്ചത് ഈ പറഞ്ഞ 1930 ഉറുഗ്വേയിൽ നിന്നാണ്. ആദ്യത്തെ വേൾഡ് കപ്പ് ഫൈനൽ ഉറുഗ്വേ വേഴ്സസ് അർജൻറ്റീന ആയിരുന്നു. ഉറുഗ്വേ ആദ്യത്തെ വേൾഡ് കപ്പ് ജേതാവായി. അന്ന് ട്രോഫിയുടെ പേര് ജൂൾസ് റിമെറ്റ് ട്രോഫി എന്നായിരുന്നു. ഇവിടെ അതിൻ്റെ റിപ്ലിക്ക കാണാം. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ മത്സരങ്ങൾക്ക് ടീമുകളൊക്കെ യാത്ര ചെയ്തിരുന്നത് കപ്പൽ വഴിയാണ്. അത് ആലോചിക്കുമ്പോഴാണ് ഇന്ന് ഈ പറയണക്ക് നമ്മുടെ മെസ്സി റൊണാൾഡോയൊക്കെ പ്രൈവറ്റ് ജെറ്റ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര മാച്ച് കളിക്കാൻ പോകുന്നത്. എന്ത് രസമാണല്ലേ. ഇംഗ്ലണ്ട് 1966 നടന്ന മാച്ചിൻ്റെ ശേഷിപ്പുകളാണിത്. ഇവിടെ വരുമ്പോഴത്തേക്ക് 1970 മെക്സിക്കോയിൽ വെച്ച് നടന്ന മാച്ചിൻ്റെതാണ് ഈ കാണുന്നത്. ജർമ്മനി 1974. അർജൻറ്റീന 1978. സ്പെയിൻ 1982. ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓരോ രാജ്യങ്ങളുടെ ജേഴ്സിയാണ്. കാണുന്നത് ഫിഫ വുമൻസ് വേൾഡ് കപ്പ് ട്രോഫിയാണ്. വുമൻസ് ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ശേഷിപ്പുകളാണ്. 1991. അത് ചൈനയിൽ വെച്ചാണ് നടന്നത്. 91. 95 സ്വീഡൻ. അത് കഴിഞ്ഞ് നേരെ USA വെച്ചാണ് 1999 നടന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 2003 അഗൈൻ USA വെച്ചായിരുന്നു. പിന്നീട് അഗൈൻ ചൈനയിൽ വെച്ചിട്ട്. ജർമ്മനിയിൽ 2011. കാനഡ 2015. ഫ്രാൻസ് 2019. 2023 ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ്. ഇവിടെ മറ്റൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇത്. ഈ കമൻറ്റേറ്ററി ബോക്സ് ചെറിയൊരു സ്റ്റുഡിയോ ആണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതേപോലെ ഹെഡ്സെറ്റും മൈക്രോഫോണൊക്കെ ഉപയോഗിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ക്രൗഡ്സിൻ്റെ ഒരു ആരവവും കാര്യങ്ങളൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളൊരു കമൻറ്റേറ്ററാണ്, നമ്മൾ പറയുന്നത് ആ സ്റ്റേഡിയത്തിൽ കമൻട്രി ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഫുട്ബോളിൻ്റെ ചരിത്രം മണങ്ങുന്ന ബൂട്ടുകളും കാൽപന്തുകളുമാണ് ഈ ഇരിക്കുന്നത്. 1900 നിന്നുള്ള ഒരു ഫുട്ബോളാണ് ഈ കാണാൻ സാധിക്കുന്നത്. 1954, 2014 അഡിഡാസ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫുട്ബോൾ മസ്കറ്റുകളാണ്. ഇത് മെക്സിക്കോ 1970, ഇംഗ്ലണ്ട് 1966, ജർമ്മനി 1974, അഗൈൻ മെക്സിക്കോ 86, അർജൻറ്റീന 1978,
സ്പെയിൻ 1982. ബ്രസീൽ സ്റ്റേഡിയത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് ഈ കാണുന്നത്. കാണുന്നത് ഓരോ വേൾഡ് കപ്പ് നടന്ന സ്ഥലത്തു നിന്നുള്ള സീറ്റാണ്, ഗാലറിയിലെ സീറ്റുകളാണ്. ഓക്കെ, ഇത് സിയോൾ സൗത്ത് കൊറിയ, ബെർലിൻ, ഖത്തർ, ദോഹ. ഇതൊക്കെ ഏത് രാജ്യത്താണെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും കണ്ടോ സീറ്റൊക്കെ കണ്ടോ. ഇത് കണ്ടോ, ലണ്ടൻ. ഈ സൈറ്റിലാണ് ആളുകളിരുന്ന് വെംബ്ലി സ്റ്റേഡിയത്തിലിരുന്ന് ഫുട്ബോൾ മാച്ച് കണ്ടത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ടച്ച് സ്ക്രീൻസ്. ഇതുപയോഗിച്ച് ഓരോ വേൾഡ് കപ്പ് ഫൈനലിൻ്റെയും ഹൈലൈറ്റ്സ് കാണാം. ഞാൻ 1-2 ഇതേപോലുള്ള വേൾഡ് കപ്പ് മാച്ചിൻ്റെയൊക്കെ ഫൈനൽസ് കണ്ടു നോക്കി, ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ കാണുന്നത് ഫിഫ അണ്ടർ-20 വേൾഡ് കപ്പ് ട്രോഫിയാണ്. ഇത് അണ്ടർ-20 വുമൻസ് വേൾഡ് കപ്പ് ട്രോഫി, അണ്ടർ-17 വേൾഡ് കപ്പ് ട്രോഫി, അണ്ടർ-17 വുമൻസ് വേൾഡ് കപ്പ് ട്രോഫി, ബീച്ച് സോക്കർ. ഇത് ഫുട്സൽ വേൾഡ് കപ്പ് ട്രോഫിയാണ്. ഒരു ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടൊരു മൂവി പ്ലേ ആകുന്നുണ്ട്. 2 മിനിറ്റിൽ അത് പ്ലേ ആകും. ക്ലബ് വേൾഡ് കപ്പ് ട്രോഫി, ഫിഫ യൂത്ത് കപ്പ് ട്രോഫി, കോൺഫെഡറേഷൻ കപ്പ് ട്രോഫി, അറബ് കപ്പ് ട്രോഫി. ഇത് ഒളിമ്പിക് ഗെയിംസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് മെഡൽസ് ആണ് ഈ കാണുന്നത്. അടുത്ത നെക്സ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ്. ബാക്കി കാഴ്ചകൾ അവിടെയാണ്. കൊള്ളാലോ. നമ്മുടെ ക്രിസ്ത്യാനോൻ്റെ ബൂട്ടാണ് ഈ കാണുന്നത്. ഏതൊക്കെ കാലഘട്ടത്തിൽ ഏതൊക്കെ ക്ലബിലാണ് കളിച്ചിരുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഇത് ലിവൻഡോസ്കിയാണ്, അദ്ദേഹത്തിൻ്റെ 9 നമ്പർ ജേഴ്സി. ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് ഫിഫ മ്യൂസിയത്തിൻ്റെ ഏറ്റവും ഫണ്ണായ ഭാഗത്തേക്കാണ്, ഇൻട്രാക്റ്റീവ് ഗെയിംസ്. ഇവിടെ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഫുട്ബോളറെ പോലെ പെനാൽറ്റി ഷൂട്ട് ഔട്ട്, വിർച്വൽ മാച്ചസ്, ടാക്ടിക്കൽ ചലഞ്ചസ് എന്നിവ ട്രൈ ചെയ്യാം. ഇത് കേവലം കളി മാത്രമല്ല, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ലെറ്റ്സ് പ്ലേ ഗൈസ്. ഇരിക്കുന്നത് ഈ ഫുട്ബോൾ മാനേജേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഗെയിംസാണ്. കുറച്ച് ടാക്ടിക്കൽ ചലഞ്ചുകൾ അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. ഈ ഭാഗത്ത് ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ള ഏതോ ഫുട്ബോൾ മാനേജർ ഉപയോഗിച്ചിരുന്ന ഒരു ടേബിൾ സെറ്റപ്പാണ്, ആ ഒരു ഓഫീസ് സെറ്റപ്പാണ് ഈ കാണുന്നത്.
വ്യത്യസ്തരമായിട്ടുള്ള കിക്കുകൾ കേട്ടോ. അതായത് ഇവിടെ മൾട്ടി ബോളാണ്, അവിടെ ഡ്രിബിളാണ്, കോർണർ കിക്ക്, ഫ്രീ കിക്ക്. എന്താണ് ഗോളിക്ക് ഒരെണ്ണം കൊടുക്കണോ? എൻ്റെ കാലിൻ്റെ അടി കൂടെ അടിച്ച് കയറ്റി. ഇതൊക്കെ എന്ത് ശരിക്കുള്ള ഫുട്ബോളിലോട്ട് ഇറങ്ങേണ്ടിയുള്ള സമയം കഴിഞ്ഞിരിക്കുന്നത്. പക്ക ഓറഞ്ച് ആണോ? ഓറഞ്ചിലെത്തിയില്ല. ഓക്കെ, കൂടുതൽ കൺട്രോൾ ചെയ്യും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഫുട്ബോളിൻ്റെ അയ്യോ, അത് ഭയങ്കര ഈസി ആയിപ്പോയല്ലോ. ഇല്ല, ഭയങ്കര ഈസി ആയിപ്പോയി. എന്ത് ചെയ്യാനാ? അതൊക്കെ കഴിഞ്ഞതേ ഈ സെഷനിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ വേൾഡിലെ പോപ്പുലർ ആയിട്ടുള്ള പ്ലേസിൻ്റെ കൂടെ ഒരു വിർച്വൽ റിയാലിറ്റി എന്നോണം ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. അത് കഴിഞ്ഞ് നമ്മളെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി അവർ അയച്ചു തരും. അങ്ങനെ നമ്മൾ രണ്ടുപേരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നെയ്മറിൻ്റെ കൂടെ റൊണാൾഡോയുടെ ഒക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞു നിജിൻ പറഞ്ഞ കണക്ക് എംബാപ്പയുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പ്ലാസ്റ്റിക് കയറുകൊണ്ട് കെട്ടി ബോളുണ്ടാക്കിയിട്ട് കളിച്ചിരുന്ന ഒരു കാലം. പിന്നീട് നിന്നെത്തിയത് ഒഫീഷ്യൽ ഫിഫ സ്റ്റോറിലാണ്, ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള. ഇവിടെ നിങ്ങൾക്ക് ഒഫീഷ്യൽ ജേഴ്സി വാങ്ങാം. അർജൻറ്റീനയുടെ മെസ്സി ജേഴ്സി, പോർച്ചുഗലിൻ്റെ റൊണാൾഡോ ജേഴ്സി, ബ്രസീലിൻ്റെ നെയ്മർ ജേഴ്സി എല്ലാം ഇവിടെയുണ്ട്. ഒരു അർജൻറ്റീനൻ ജേഴ്സി വില നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് 100 സ്വിസ് ഫ്രാങ്ക് ആണ് വില. അതായത് നാട്ടിലെ ഏതാണ്ട് 10,000 രൂപ ജേഴ്സിയുടെ വിലയാണ്. ഇവിടെ പിന്നെ കുറേ റെട്രോ ജേഴ്സികളൊക്കെ ഉണ്ട്. 1970 ബ്രസീൽ ടീം ധരിച്ച ജേഴ്സി, 1986 അർജൻറ്റീന ടീം ധരിച്ച ജേഴ്സി എല്ലാം ഇവിടെ